Hi guys, welcome back to our YouTube channel Samir Fotofocus vlog. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ഉമ്മത്തൂർ എന്ന സ്ഥലത്തുള്ള ഷിഹാബ് ഫൗസിയ ദമ്പതികളുടെ വീട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 3000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ ഈ വീട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അട്രാക്റ്റീവായി തോന്നുന്നത് ഇതിൻ്റെ കാർ പോർച്ചാണ്. അപ്പോൾ ഈ കാർ പോർച്ച് നല്ല സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവായിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ള ഒരു ഗ്രേ സ്റ്റോണൊക്കെ വെച്ചിട്ട് 4 ഫില്ലറൊക്കെ കൊടുത്ത് അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വീടിൻ്റെ ഉൾഭാഗവും ബാക്കിയുള്ള അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സിറ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെതായ മുകളിലൊക്കെ കുറച്ച് കട്ടിങ് കൊടുത്തിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ 2 സൈഡിലും ഫർഗോളൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വാതിൽ വന്നിട്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ്, ഓവർ വർക്കൊന്നും ചെയ്യാതെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഡോറിനോട് ചാരിയിട്ട് തന്നെ ഒരു വുഡൻ കളർ ടൈൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സിറ്റ് റൂമിലേക്കുള്ളൊരു വാതിലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ഡോറിലൂടെ തുറന്നിട്ട് പോകാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലിവിങ് റൂമാണ്, കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ആ ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിവിങ് റൂമിൽ ഒരു 5-6 പേർക്ക് ഇരിക്കാം. അതിൽ കൂടാതെ ഇവരൊരു അഡീഷണൽ ആയിട്ട് ഒരു ഓഫീസ് റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ലിവിങ് റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു അക്വേറിയം വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റും അതേപോലെ ഇതിൻ്റെ മുകളിലൊരു അടിപൊളിയായിട്ട് ഒരു ലീഫൊക്കെ വെച്ചിട്ടുള്ള ഒരു നാച്ചുറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ അക്വേറിയത്തിൻ്റെ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ആവും. ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ വരുന്നത്. ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം. ഇത് സ്ലൈഡിങ് ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മിററും അതുപോലെ തന്നെ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമിലൊരു വാം ലൈറ്റ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ഫ്ലോർ മുഴുവനായിട്ട് മാർബോണൈറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം കേട്ടോ. രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല സ്പേസും ഉണ്ട്. ഇവിടെ ഉണ്ട് ഇതിൻ്റെ വാർഡ്രോബ് വരുന്നത്. മുന്നത്തെ പോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ അടുക്കള കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പർപ്പിൾ, വൈറ്റ്, വുഡൻ കളർ അങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് കളർ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ. നമ്മുടെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്. അതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ 2 ലാമ്പ് തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സീലിംഗ് ഒക്കെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് തന്നെ ഉണ്ട്.
നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്, അതേപോലെ തന്നെ ഈ പിടി വന്നിട്ട് വുഡും ആണ് കേട്ടോ. താഴത്തെ പോലെ തന്നെ മുകൾ ഭാഗം നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അധികം എല്ലാവരും താഴെയാണ്, എല്ലാവരും കാണുന്ന ഭാഗമൊക്കെയാണ് നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്യാറ്. ഇവിടെ 2 ഭാഗവും നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിന് ഒരു 90 വർഷം പഴക്കമുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവരുടെ ഉപ്പൊക്കെ പണ്ട് യൂസ് ചെയ്തതാണ്. ഇതൊന്ന് പോളിഷ് ആക്കിയിട്ട് സെറ്റാക്കിയ കേട്ടോ. മുകളിൽ ഇവിടെ 3 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അതിലെ ഒരു ഫസ്റ്റത്തെ ബെഡ്റൂമാണിത്. ഇത് നല്ല സ്പേസിലും അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. പിന്നെ പുറത്തേക്ക് ഒരു സിറ്റ് ഔട്ട് പോലെ സ്പേസും ഉണ്ട്. താഴത്തെ അതേ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ മുകളിലും വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രാത്രിയിൽ ബാൽക്കണിയിൽ വന്നിരിക്കുമ്പോൾ നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. ഈ ബെഡ്റൂമിലെ കട്ടിലും ഒരു 90 വർഷം പഴക്കമുള്ളതാണ്. ഇതൊന്ന് മോഡിഫൈ ചെയ്തെടുത്താട്ടോ. മുകളിലും ടി വി വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് ഇത്. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള വീടല്ലേ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.